ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. മലയാളത്തിൽ നമ്മൾ പറയുന്ന ഞങ്ങൾ എഴുതുകയായിരുന്നു, അവൻ എഴുതുകയായിരുന്നു, ഇത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും അതാണ് നാം ഈ ക്ലാസ്സുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഇംഗ്ലീഷിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നാണ് പറയുന്നത്. ഈ ടെൻസിന്റെ പേര് എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. ഭാഷ പഠിക്കാൻ സ്കൂൾ സ്റ്റുഡൻസിനെ ഉദ്ദേശിച്ച് മാത്രമാണ് ഇത് എഴുതിയിട്ടുള്ളത്. പക്ഷേ ഈ വാചകം ഉണ്ടാക്കുന്ന രീതി നമ്മൾ അറിഞ്ഞിരിക്കണം. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഞങ്ങൾ എഴുതുകയായിരുന്നു, ഞങ്ങളാണ് സബ്ജക്റ്റ്. അവർ എഴുതുകയായിരുന്നു, അവർ ആണ് സബ്ജക്റ്റ്. അത് നമുക്കറിയാം. അതിന്റെ കൂടെ വെർബ് ബിയുടെ പാസ്റ്റ് ഫോമിലുള്ള രൂപങ്ങളായ വാസ് അല്ലെങ്കിൽ വേർ വയ്ക്കും. വാസ് സിംഗുലറിന്, വേർ പ്ലൂറലിന്. നമ്മൾ വേറിന്റെ ഉപയോഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ വെർബിന്റെ ക്രിയയുടെ ബേസ് ഫോം വയ്ക്കും. ബേസ് ഫോം അതിന്റെ കൂടെ ING ചേർക്കും. ING ഫോം എന്ന് അതിനെ വിളിക്കാറുണ്ട്. റൈറ്റിംഗ്, ഗോയിങ്, കമ്മിങ്, അതാണ് ING ഫോം. ഓക്കെ, നമ്മൾ രണ്ട് വാചകങ്ങൾ കണ്ടു കഴിഞ്ഞു. ഞങ്ങൾ എഴുതുകയായിരുന്നു, വി വേർ റൈറ്റിംഗ്. അതിന്റെ ചോദ്യം, ഞങ്ങൾ എഴുതുകയായിരുന്നു, വേർ വി റൈറ്റിംഗ്. ഇന്ന് നമ്മൾ കാണുന്നത് നെഗറ്റീവ് വാചകമാണ്. സാധാരണ 4 വാചകങ്ങൾ നമ്മൾ കാണും. ഇന്ന് മൂന്നാമത്തെ വാചകം നെഗറ്റീവ് വാചകം. ഞങ്ങൾ എഴുതുകയായിരുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾ എഴുതുകയല്ലായിരുന്നു. അങ്ങനെ നമ്മൾ മലയാളത്തിൽ പറയില്ലേ? ഞങ്ങൾ എഴുതുകയല്ലായിരുന്നു, ഞങ്ങൾ ഉറങ്ങുകയല്ലായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ഉറങ്ങുകയായിരുന്നില്ല. രണ്ട് രീതിയിലും പറയും. മറ്റു രീതിയിലും ഉണ്ടാകാം, ഓരോ സ്ഥലത്തിന്റെ പ്രത്യേകത പോലെ ഇരിക്കും. പക്ഷെ കാര്യം നമുക്ക് മനസ്സിലായിരിക്കണം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? വളരെ എളുപ്പമാണ്. വേർ റൈറ്റിംഗ്, അതാണ് വെർബ്. അതിന്റെ നടുക്ക് കൊണ്ടുപോയി നോട്ട് വെച്ചാൽ മതി. അപ്പൊ വി വേർ നോട്ട് റൈറ്റിംഗ്, ഞങ്ങൾ എഴുതുകയായിരുന്നില്ല. ഇതിന്റെ വേർ നോട്ടിന് ഷോർട്ട് ഫോം ഉണ്ട്. ഇത് വേൾഡ് എന്നാണ് ഉച്ചരിക്കുക. വേറിന്റെ അല്ല, വേൾഡ്. ആണ്ടെന്ന് പറഞ്ഞതുപോലെ വേൾഡ് എന്നാണ് ഉച്ചരിക്കുന്നത്. രണ്ടും നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാം. വി വേർ നോട്ട് റൈറ്റിംഗ് അല്ലെങ്കിൽ വി വേൺട് റൈറ്റിംഗ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. വി വേൺട് റൈറ്റിംഗ് എ സ്റ്റോറി അല്ലെങ്കിൽ വി വേർ നോട്ട് റൈറ്റിംഗ് എ സ്റ്റോറി. ഞങ്ങൾ ഒരു കഥ എഴുതുകയായിരുന്നില്ല. വി വേൺട് റീഡിംഗ് എ ബുക്ക്. ഞങ്ങൾ ഒരു പുസ്തകം വായിക്കുകയായിരുന്നില്ല. വി വേൺട് ക്ലീനിങ് ദ റൂം. ഞങ്ങൾ റൂം ക്ലീൻ ചെയ്യുകയായിരുന്നില്ല. വി വേൺട് കട്ടിംഗ് എ ട്രീ. ഞങ്ങൾ ഒരു മരം മുറിക്കുകയായിരുന്നില്ല. വി വേൺട് ഡൂയിങ് ദ ഹോംവർക്ക്. ഞങ്ങൾ ഹോംവർക്ക് ചെയ്യുകയായിരുന്നില്ല. വി വേൺട് ടീച്ചിങ് ഇംഗ്ലീഷ്. ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയായിരുന്നില്ല. ഇനി അടുത്തത് യു അല്ലേ? യു വേൺട് റൈറ്റിംഗ് എ സ്റ്റോറി. നീ ഒരു കഥ എഴുതുകയായിരുന്നില്ല. യു വേൺട് റീഡിംഗ് എ ബുക്ക്. നീ ഒരു പുസ്തകം വായിക്കുകയായിരുന്നില്ല. യു വേൺട് ക്ലീനിങ് ദ റൂം. നീ റൂം ക്ലീൻ ചെയ്യുകയായിരുന്നില്ല. യു വേൺട് കട്ടിംഗ് എ ട്രീ. നീ ഒരു മരം മുറിക്കുകയായിരുന്നില്ല. യു വേൺട് ഡൂയിങ് ദ ഹോംവർക്ക്. നീ ഹോംവർക്ക് ചെയ്യുകയായിരുന്നില്ല. യു വേൺട് ടീച്ചിങ് ഇംഗ്ലീഷ്. നീ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയായിരുന്നില്ല. ദേ, അവർ അല്ലെങ്കിൽ ഇവർ. They weren't writing a story. അവർ ഒരു കഥ എഴുതുകയായിരുന്നില്ല. They weren't reading a book. അവർ ഒരു പുസ്തകം വായിക്കുകയായിരുന്നില്ല. They weren't cleaning the room. അവർ റൂം ക്ലീൻ ചെയ്യുകയായിരുന്നില്ല. They weren't cutting a tree. അവർ ഒരു മരം മുറിക്കുകയായിരുന്നില്ല. They weren't doing the homework. അവർ ഹോംവർക്ക് ചെയ്യുകയായിരുന്നില്ല. They weren't teaching English. അവർ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയായിരുന്നില്ല. ഈ മൈ ഫ്രണ്ട്സ് പ്ലൂറലാണ്. ഫ്രണ്ട്സ് എന്നാണ്. ഫ്രണ്ട് ആണെങ്കിൽ സിംഗുലർ വാസ് വയ്ക്കണം. ഇത് പ്ലൂറൽ ആയതുകൊണ്ടാണ് നമ്മൾ പ്ലൂറൽ വേർ വയ്ക്കുന്നത്. മൈ ഫ്രണ്ട്സ് weren't writing a story. My friends weren't writing a story. or my friends were not writing a story. എന്റെ ഫ്രണ്ട്സ് ഒരു കഥ എഴുതുകയായിരുന്നില്ല. My friends weren't reading a book. എന്റെ ഫ്രണ്ട്സ് ഒരു പുസ്തകം വായിക്കുകയായിരുന്നില്ല. My friends weren't cleaning the room. എന്റെ ഫ്രണ്ട്സ് റൂം ക്ലീൻ ചെയ്യുകയായിരുന്നില്ല. My friends weren't cutting a tree. എന്റെ ഫ്രണ്ട്സ് ഒരു മരം മുറിക്കുകയായിരുന്നില്ല. My friends weren't doing the homework. എന്റെ ഫ്രണ്ട്സ് ഹോംവർക്ക് ചെയ്യുകയായിരുന്നില്ല. My friends weren't teaching English. എന്റെ ഫ്രണ്ട്സ് ഇംഗ്ലീഷ് പഠിപ്പിക്കുകയായിരുന്നില്ല. നമുക്കിവിടെ ഏത് പ്ലൂറൽ വാക്കുകൾ വേണമെങ്കിലും വയ്ക്കാം സബ്ജക്റ്റ് ആയിട്ട്. അപ്പോൾ വേർഡ് അല്ലെങ്കിൽ വേർ നോട്ട് നമ്മൾ ഉപയോഗിക്കണം.
എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. വെർബ്സ് ഉപയോഗിച്ച് ഇതിൽ കുറെ വാക്കുകൾ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് വെച്ചിട്ടുണ്ട് അർത്ഥം കിട്ടാൻ വേണ്ടി. സ്റ്റോറി, ബുക്ക്, ദ റൂം എന്നൊക്കെ പറഞ്ഞ് അതില്ലാതെ പ്രാക്ടീസ് ചെയ്യാം. വി വേൺട് സ്ലീപ്പിംഗ്, ഞങ്ങൾ ഉറങ്ങുകയായിരുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഉറങ്ങുകയല്ലായിരുന്നു. വി വേൺട് റണ്ണിങ്, ഞങ്ങൾ ഓടുകയായിരുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഓടുകയല്ലായിരുന്നു. അങ്ങനെയും പറയില്ലേ. ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. വീഡിയോ കോൾ ചെയ്തൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പമാണ്. ആളുകൾ അടുത്ത് തന്നെ വേണമെന്നില്ല, പക്ഷെ പ്രാക്ടീസ് ചെയ്യണം. അരമണിക്കൂറെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ ഇന്ന് പഠിച്ച ഈ വാചകം വെച്ച് അരമണിക്കൂർ പ്രാക്ടീസ് ചെയ്യുക. അർത്ഥമുള്ള വാചകം ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം. ഒഴുക്കോടെ ഇംഗ്ലീഷ് പറയാൻ പറ്റും, വിത്ത് കോൺഫിഡൻസ്. ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്, കുറച്ച് വെർബ്സ് എല്ലാ ദിവസവും പഠിക്കണം. 4 ഫോംസ് ഇത് വെച്ചുള്ള പരിപാടിയാണ് ഇംഗ്ലീഷ്. അതുകൊണ്ട് ഇത് അറിഞ്ഞിരിക്കണം. പുതിയ വാക്കുകൾ ഇംഗ്ലീഷിൽ പഠിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3ആണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,000-ൽ വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വേർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് 3 പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി.
ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് 3 സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ് ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. വെർബിന്റെ ലിസ്റ്റിലെ 3ാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. അപ്പോ 4 ഫോംസ് ഉണ്ട്. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 ഫോം അറിയാതെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ 3 ഫോംസ് ആയിരിക്കും എല്ലാ വെർബിന്റെയും നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ വാക്കുകൾ നോക്കുക. ഞാൻ വായിക്കുകയാണ്. പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. കീപ്, kept, kept. Sleep, slept, slept. Meet, met, met. Weep, wept, wept. Creep, crept, crept. Feel, felt, felt. Sweep, swept, swept. Kneel, knelt, knelt. Dwell, dwelt, dwelt. Build, built, built. Burn, burned, burned. ഇങ്ങനെയുള്ള വെർബുകള് പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇഡി എന്നോ കൂട്ടിച്ചേർത്താണ് നമ്മൾ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. നമുക്ക് വായിക്കാം. allow, allowed, allowed. Arrive, arrived, arrived. Attract, attracted, attracted. Beg, begged, begged. Borrow, borrowed, borrowed. Carry, carried, carried. Change, changed, changed. Claim, claimed, claimed. Command, commanded, commanded. Complain, complained, complained. Complete, completed, completed. Continue, continued, continued. Cry, cried, cried. Dance, danced, danced. Describe, described, described. Develop, developed, developed. Fail, failed, failed. Flow, flowed, flowed. ഈ വാക്കുകൾ പഠിക്കുക. ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെയാണ് ഇവ എന്ന് മറക്കാതിരിക്കുക.